മൊബൈലെടു. മോനെ മോനെ ഇത് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഈ ദൗത്യം ചെയ്യുവാനായി നീ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ അപായപ്പെടുത്താനുള്ള നിങ്ങളുടെ നീക്കത്തെപ്പറ്റി എനിക്ക് മുമ്പേ വിവരം കിട്ടിയതാണ്. അത് തന്നവർ തന്നെ എനിക്ക് സംരക്ഷണം തരാൻ ഒരുങ്ങിയതാ. ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത്. എനിക്കൊരു പാതയുള്ളൂ, ദീനിന്റെ പാത. ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ മുസൽമാൻ. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ആളുകളെ മതം മാറ്റരുതെന്ന് ഞങ്ങൾ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. ഞങ്ങളുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ജനങ്ങളെ നിങ്ങൾ പ്രലോഭിപ്പിച്ച് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രകാശൻ, നിങ്ങൾ വല്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു നല്ല മുഅ്മിനായി ജീവിക്കാൻ ശ്രമിക്കുക എന്നതു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ദൈവനിയോഗം പോലെ ഇപ്പോഴിതാ നിങ്ങളുടെ മകൻ തന്നെ നമുക്ക് മുന്നിൽ. നമസ്കാരം കഴിഞ്ഞു വരുമ്പോൾ പള്ളിപ്പറമ്പെന്നൊരു കരച്ചിൽ കേട്ടു പോയി നോക്കിയതാ. അപ്പോളതാ ഇവൻ മരത്തീന്ന് വീണ് കൈയൊടിഞ്ഞു കിടക്കുന്നു. ഇവനൊരു ഹിന്ദുവിന്റെ കുഞ്ഞാണെന്ന് കരുതി ഞാൻ ഇവനെ വിട്ടിട്ട് പോണമായിരുന്നു. അപ്പൊ നിങ്ങൾ കുമാരേട്ടനെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളോടും പല വിദേശികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സഹോദര, എന്റെ ലക്ഷ്യം ആളുകളെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ വല്ലതും തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. അങ്ങനെ ഒരാൾക്കും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ആരും നൽകിയിട്ടില്ല. അത് പാടില്ലാത്തതാണ്. ഇസ്ലാം മതത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ പ്രവാചകരെക്കുറിച്ചും ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന എല്ലാ മുസൽമാന്മാർക്കും പൊതുവായ ഒരു വലിയ ബാധ്യതയാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഇവിടെ ഹാജരുള്ളവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് അന്ത്യപ്രവാചകൻ വസിയത്ത് ചെയ്തതാകും. ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെ ഞാൻ ഭയപ്പെടണം. ഹലോ, എത്ര നേരം ഞാൻ ട്രൈ ചെയ്യുന്നു, എന്താ ഫോൺ എടുക്കാത്ത? ഫോൺ എന്റെ വീണുപോയി, അതാ എടുക്കാഞ്ഞേ. ബാപ്പ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. ഇന്ന് ഇമാമ വീട്ടിൽ വന്നിരുന്നു. എനക്ക് വേണ്ടി ബാപ്പാനോട് കുറേ നേരം സംസാരിച്ചു. അന്നൊരു നല്ല കുട്ടിയായി ബാപ്പയുടെ മുമ്പിൽ നിർത്താന്ന് വാക്ക് കൊടുത്തിരിക്കുക. ഹലോ 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 അനസേ, അനസേ കേൾക്കുന്നുണ്ടോ? പടച്ചോനെ, ഇമാം. എന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എന്നെ കൊന്നാൽ നിനക്ക് നിന്റെ ലക്ഷ്യം നേടാമെങ്കിൽ നീ എന്നെ കൊന്നോളൂ. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നീ അത് ചെയ്യരുത്. കാരണം അവന്റെ പിഞ്ചു മനസ്സിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല.
എന്താ എന്താ അവിടെ? ഓടിക്കടാ. പടച്ചറബേ, അനസ് അനസ് അനസ്, എന്തു പറ്റി മോനെ? അനസ് അനസ്. വലിയ വീട്ടിൽ ഫത്താഹ് എന്നവരുടെ മകൻ അനസ് ഇന്നലെ രാത്രി 12 മണിക്ക് മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. പരേതന്റെ മയ്യത്ത് കബറടക്കം മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഇണയില്ലാ ബന്ധു സഹായികളില്ല, പിണമാവുകിൽ നീ പണക്കാരനല്ല. തുണയില്ല ഒന്നും നിനക്കുള്ളതല്ല. ഗുണദോഷഭാരങ്ങൾ വഹിക്കുന്ന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. പിണങ്ങിയ ചങ്ങാതി അന്നാളിണങ്ങും, പൊടുന്നനെ ആ വാർത്ത കേട്ട് നടുങ്ങും. അനേകം പുകഴ്ത്തി പറയാൻ തുടങ്ങും. അനങ്ങാതെ കണ്ണുകൾ തുറക്കാത്ത യാത്ര. ഇനി ആരെങ്കിലും ഒളു എടുത്തു വരാൻ ബാക്കിയുണ്ടോ? വലിയ വീട്ടിൽ അനസിന്റെ മയ്യത്താണ് നമ്മളിപ്പോൾ നമസ്കരിക്കാൻ പോകുന്നത്. ഈ മയ്യത്തുമായിട്ട് ആർക്കെങ്കിലും വല്ല കടബാധ്യതകളും ഉണ്ടെങ്കിൽ അവർ നമസ്കാരത്തിന് ശേഷം എന്നെയോ കുടുംബാംഗങ്ങളെയോ കാണേണ്ടതാണ്. സൊഫ് ശരിയാക്കി നിൽക്കുക. അല്ലാഹു അക്ബർ. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഒരു പുൽക്കൊടിയും നിനക്കില്ല മെയ്യിൽ, ഒരു മൺതരിയും നിനക്കില്ല കയ്യിൽ. വിരിപ്പും പുതപ്പും
മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. പടച്ച റബ്ബേ, എല്ലാം വെറും ദുസ്വപ്നങ്ങളായിരുന്നോ? അല്ലാഹുവേ, എനിക്ക് നീ നേർവഴി കാണിച്ചു തരണമേ. അല്ലാഹുമ്മ റബ്ബ ആദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ കാഹിമ ആത്തി മുഹമ്മദീൻ വസീലത്ത ഇന്നക ലാ തുഖ്ലിഫുൽ മീഹാദ്.